ഇത് അമ്പലത്തിലെ ഹോളാണ്, ചെറിയ ഒരു ഹോളാണ് ഇത്. ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുൻവശത്താണ് എത്തിയത്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഓക്കെ, പിന്നെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഈ വഴി കൂടെയാണ്, ഈ കാണുന്ന വഴി കൂടെയാണ് ഇനി ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അകത്ത് ഇരുത്താനായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പുറത്ത് ഘോഷയാത്രയായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ. ഇന്നലെ പൊങ്കാലയായിരുന്നു. शंभो महेश्वर सांब सदाशिव हर हर शिव शिव गंगाधर उमा परमेश्वर ओम शिव शंकर मृत्युंजयेश्वर हर शंकर. शंभो महेश्वर सांब सदाशिव हर हर शिव शिव गंगाधर उमा परमेश्वर ओम शिव शंकर. ശിവനും പാർവതിയും കൂടെ കാണിച്ചത്. ഇപ്പൊ കാണിച്ചത് കൃഷ്ണനെയാണ്, അത് കഴിഞ്ഞത് ഇത് ശിവനും പാർവതിയാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം. നമ്മുടെ സ്റ്റേഡിയം അല്ല, ഇതിൻ്റെ എന്തോ പറയണേ, ഡാൻസൊക്കെ നടത്തുന്ന ഇത് ഹോള്, സ്റ്റേജ്. സോറി, ആണ് അമ്പലം. പഴയ കാലത്ത് വയൽ കണ്ടില്ലേ, ഇത് ഇതിൻ്റെ ഈ വയലിൻ്റെ അക്കരയിലാണ്. ഇത് അങ്ങോട്ടാണ് കുടുംബ വീടുകൾ. ഇതാണ് അമ്പലം. ഇഷ്ടമായുള്ളോരകന്നൊരു നേരത്ത് ശിവപാദമടിയനൂരക്ഷയേകി. അപ്പം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്സ് ഒന്നും ഇടുന്നില്ല, കാരണം എൻ്റെ മക്കൾക്ക് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സ് ഇടാത്തത്. അപ്പോൾ ഇന്നിവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഇന്നലെ പൊങ്കാലയായിരുന്നു, അതിന് വന്നു. ഞാനും വന്നു. 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. 2 ദിവസം പ്രതിഷ്ഠ വാർഷികമായിട്ട് 2 ദിവസം ഉണ്ടായിരുന്നു. അത് ഫെബ്രുവരി 27, 28-നായിരുന്നു. 1, 2, 3 ആയിരുന്നു ഇവിടുത്തെ ഉത്സവം. അപ്പം ആർക്കെങ്കിലും ഇവിടെ വന്ന് തൊഴാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ആർക്കെങ്കിലും അല്ല, എല്ലാവരും വന്ന് തൊഴണതാണ് നല്ലത്. കാരണം ഇവിടെ നല്ല ശക്തിയാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും. എന്ത് പറയാനെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയാൻ, എനിക്ക് മക്കളെ 10 വർഷമായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 10ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൊങ്കാലയ്ക്ക് വന്ന് ഇവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം തന്നെ, ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് പൊങ്കാലയിടാൻ വേണ്ടി സാധനവും കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ കൊണ്ടാരടുപ്പിൽ പൊങ്കാലയിടാൻ പറഞ്ഞു. അമ്പലത്തിൻ്റെ നടയ്ക്ക് ഇടുന്ന, ദേവിയുടെ നടയിലിടുന്ന പൊങ്കാല. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിടാൻ സാധിക്കില്ല, ഞാൻ കൊണ്ടുവന്നു, ഇവളിടട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനും പൊങ്കാലയ്ക്ക് കൊണ്ടുവന്നതല്ലേ, പിന്നെ എങ്ങനെ ഇടും, അത് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു പൊങ്കാലയിട്ടു. ഇട്ടിട്ട് അടുത്ത വർഷം ഇവിടെ ഉത്സവത്തിന് മുന്നേ എനിക്ക് എൻ്റെ 2 മക്കളെയും എനിക്ക് കിട്ടി. 2 കുഞ്ഞു മക്കളെയും എനിക്ക് ദൈവം സമ്മാനിച്ചു. ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ അമ്മയെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നോക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. പരമാർത്ഥമായ ശ്രീ പാർവതി വല്ലഭ പാദാരവിന്ദത്തിൽ ചേർത്തിടണേ.